ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു മലബാർ സ്റ്റൈൽ ഇറച്ചിച്ചോറാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അതിനാദ്യം തന്നെ ബീഫിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ബീഫിൻ്റെ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഗ്രേവി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ആ ഗ്രേവിയിൽ തന്നെയാണ് റൈസ് വേവിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബീഫ് മസാല, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നമ്മളതിൽ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച നല്ല സോഫ്റ്റ് ബീഫാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 8-10 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് അവിടുന്ന് വേവട്ടെ, അപ്പോഴേക്കും നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബേ ലീഫും അങ്ങനെ പട്ട, ഗ്രാമ്പു അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഗീയും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 4 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. അതിൽ 3 കപ്പ് ഗ്രേവിയും പിന്നെ 1 കപ്പ് വെള്ളവുമാണ് ഞാൻ ചേർത്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കാതെ വെറും ഗ്രേവിയിൽ മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ ഇവിടെ എനിക്ക് ഗ്രേവി കുറവായതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തത്. പിന്നെ അതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബീഫിൻ്റെ ഗ്രേവി ഉപയോഗിച്ചിട്ട് റൈസ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് 3 കപ്പ് ഗ്രേവി എടുത്തിട്ട് റൈസ് ഉണ്ടാക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബീഫിൻ്റെ ഗ്രേവി നമ്മൾ അളന്നൊഴിച്ചതിന് ശേഷം അതിലേക്ക് വെന്ത് വന്നിട്ടുള്ള ബീഫ് പീസും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ റൈസൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് പുതിന പിന്നെ അതേപോലെ കറിവേപ്പില, മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടുതൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് വെന്ത് വരുമ്പോൾ കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടിക്കോളും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അടിക്ക് പിടിക്കാതിരിക്കാൻ. അപ്പോൾ അതിൻ്റെ കൂടെ തൈരും പിന്നെ അതേപോലെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും.